ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. 2 മാസത്തിന് ലീവിന് പോയ രാമേട്ടൻ തിരിച്ചു വന്നിരിക്കാം. ആ അത് ശരി. അതുകൊണ്ട് വിഷ്ണുവേട്ടന്റെ താൽക്കാലിക വേക്കൻസി അവസാനിച്ചു. അതിന്റെ ഓർഡർ ആയി ലെറ്റർ. കണ്ടില്ല അച്ഛനെ, വഴി തെളിഞ്ഞു വന്നത് കണ്ടാ? വേഗം ചെന്നാ ഫയൽ എടുത്തു കൊടുക്കുമ്പോ അല്ല ഈ കത്ത് കൂടുതൽ വെച്ചേക്ക്. ചെല്ലേ. അയ്യോ ഫയലൊക്കെ വീണാകെ. സൂക്ഷിക്കേണ്ടത് എത്ര വിലപ്പെട്ട ഫയലുകളാണിത്. അല്ല ഞാൻ കൊണ്ടു കൊടുക്കണോ? നിങ്ങൾ തന്നോളൂ. ഇത് എനിക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. സൂക്ഷിച്ചു കൊണ്ടുകൊടുത്തോളൂ. ഇത് സൂക്ഷിച്ചു കൊണ്ടുകൊടുത്തോളൂ. മാഡത്തിന് തന്നെ കൊടുക്കണേ. ഹസനെ സക്സസ് കൊടുകൈ ആശാനെ. നിന്റെ ഒറ്റ ബുദ്ധി എന്നെ കൊണ്ട് ഈ സാഹസം ചെയ്യിപ്പിക്കുന്നേ. നീ ഇവിടെ തന്നെ ഉണ്ടാവണേ. ആശ പേടിക്കണ്ട ആശാനെ. ആശാന്റെ എല്ലാ പ്രശ്നങ്ങളും ഈ ഒരൊറ്റ ലെറ്റർ കൊണ്ട് മാറും. തൽക്കാലം റിസൾട്ട് അറിയാൻ ഞാൻ നിൽക്കുന്നില്ല. അത്യാവശ്യം ഒരു ഓട്ടം ഉണ്ട് അച്ഛനെ, ഞാൻ നീ ഇതെവിടെ പോണേ? അതിപ്പോ അറിയാനൊന്നുമില്ല. സംഗതിയൊക്കെ ഓക്കെ ആയിരിക്കും. ഒരു മിനിറ്റ്. ഹലോ. ഞാൻ ഓൺ ദ വേ എത്തി. ഒരു 5 മിനിറ്റ്. അച്ഛനെ ഞാൻ പോട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ. ഞാൻ പോട്ടെ. മാഡം. ഹൃദയ സരസിലെ എന്റെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. അശ്രുബിന്ദുവിൻ സ്വപ്നബിന്ദുവോ, അർദ്ധനീലിമ മിഴികളിൽ ഊറും. അശ്രുബിന്ദുവിൻ സ്വപ്നബിന്ദുവോ, പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ. ഈ ഹൃദയ സരസ് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. അയ്യോ സംഗതി കുഴപ്പമായ. ഹൃദയ സരസിലെ പ്രേമലേഖനം നന്നായിട്ടുണ്ട്. ശ്രീകുമാരൻ തമ്പി സാർ ഈ ഗാനം എഴുതിയില്ലായിരുന്നെങ്കിൽ വിഷ്ണുവേട്ടൻ ഒരുപാട് കഷ്ടപ്പെടുമായിരുന്നല്ലേ. എന്തായാലും ഒരു മറുപടി വേണമല്ലോ. ഞാനേ
എന്റേതായ സാഹിത്യഭാവനയിൽ ഒരെണ്ണം തയ്യാറാക്കിയിട്ടുണ്ട്. വായിച്ചു നോക്ക്. ഐ, ഉം. ഇത് ഇംഗ്ലീഷിലാണല്ലോ. ജെ ബി എ. ഇത് പണിയായില്ലോ. ഇവൾക്കിത് മലയാളത്തിൽ എഴുതി കൂടെ? അനുമോള അല്ല അനുമേഡം, ഒരു കാര്യം അതെ, ഇതൊന്ന് വായിച്ചിട്ടേ ഇതെന്താണെന്നൊന്ന് പറയോ? എന്താ പറഞ്ഞു, പതുക്കെ പറഞ്ഞാ മതി. അത് പിന്നെ മാഡത്തോട് തന്നെ ചോദിച്ചാ മതി. എന്താ എഴുതിയിരിക്കുന്നെന്ന് മാഡം തന്നെ പറഞ്ഞു തരും. ഇതെന്തേ താണം കണ്ടാവും. എന്നാ പിന്നെ മാഡത്തിനോട് തന്നെ ചോദിച്ചളയാം. ഓ, എന്തായാലും തലകുണ ദിവസമൊന്നുമല്ലോ. ഭാര്യ ഭർത്താവിനൊരു പ്രേമലേഖനം എഴുതി, അത്രയല്ലേ ഉള്ളൂ. ഓ, ഹൃദയ സരസിലേ. അതെ, ഇതെന്താന്ന് മനസ്സിലായില്ല. ഒരുപാട് സാഹിത്യമൊക്കെ എഴുതുന്ന ആളല്ലേ. പിന്നെ മനോഹരമായിട്ട് പാട്ടുകൾ എഴുതുന്ന ആള്. അതിനുള്ളൊരു മറുപടിയാണെന്ന് വിചാരിച്ചു. അല്ല, ഞാൻ എഴുതി മലയാളത്തിലല്ലേ, അപ്പൊ ഇംഗ്ലീഷിൽ മറുപടി എന്ന് എന്നെ മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടിട്ടല്ലേ? മാഡം, വരൂ. വിഷ്ണുട്ടാ, ആളെ മനസ്സിലായോ? രാമേട്ടൻ. ഇതെത്ര നാളെ കണ്ടിട്ട്? തടിച്ചങ്ങള് 2 മാസത്തിന് ലീവിന് പോയ രാമേട്ടൻ തിരിച്ചു വന്നിരിക്കാം. അത് ശരി. അതുകൊണ്ട് വിഷ്ണുവേട്ടന്റെ താൽക്കാലിക വേക്കൻസി അവസാനിച്ചു. അതിന്റെ ഓർഡറായി ലെറ്റർ.